എവല്യൂഷൻ തിയറി ഉണ്ടായ കാലഘട്ടം മുതൽ തന്നെ എവല്യൂഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട്, എതിർക്കുന്ന ആളുകളുമുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ എവല്യൂഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വീഡിയോ ഏകദേശം 14 ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എവല്യൂഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും എതിർക്കുന്ന ആളുകളും ഒരുപോലെ തന്നെ എനിക്ക് പലപ്പോഴായിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ഒരു പ്രത്യേക വീഡിയോയുടെ ലിങ്ക് വന്ന് നിറയുകയാണ്. ഒരു യൂട്യൂബ് വീഡിയോ ആണ്. ആ യൂട്യൂബ് വീഡിയോയുടെ ടൈറ്റിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകാം എവല്യൂഷൻ തിയറി തെറ്റാണെന്ന് പറയുന്ന ഒരു യൂട്യൂബ് വീഡിയോ ആണ്. 6 പോയിന്റുകളാണ് അതിൻ്റെ തെളിവായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ 6 തെളിവുകളും ശരിയായതുകൊണ്ട് തന്നെ ദൈവം ഉണ്ട് എന്നാണ് ആ യൂട്യൂബ് വീഡിയോയിൽ അവർ പറയുന്നത്. ആ 6 പോയിന്റുകളിലൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കടന്നു പോകുന്നത്. നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ട 6 പോയിന്റുകൾ തന്നെയാണ്. കാരണം ഇതിലെ പല പോയിന്റുകളും കേട്ടുകഴിഞ്ഞാൽ എവല്യൂഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും ഒരു സംശയം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് വളരെ വിശദമായി തന്നെ ആ 6 പോയിന്റുകളും പരിശോധിക്കാം. എൻ്റെ അനുമാനങ്ങളൊന്നും ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്നത് ശാസ്ത്ര പ്രബന്ധങ്ങൾ മാത്രമാണ്. ആ പ്രബന്ധങ്ങളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. എൻ്റെ ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല, ഒട്ടുമിക്ക വീഡിയോകളിലും ഞാൻ ശാസ്ത്ര പ്രബന്ധങ്ങൾ റെഫറൻസ് ആയിട്ട് വെക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വായിച്ചാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ വിജയിക്കണമെങ്കിലും വായന അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും, പക്ഷേ അതൊക്കെ മറന്നു പോകുന്നത് കൊണ്ട് വായനാശീലത്തോട് തന്നെ നമുക്ക് മടുപ്പാണ്. പുതിയതായിട്ടൊരു കാര്യം പഠിക്കുന്നതിനോട് നമുക്കൊട്ടും താല്പര്യം കാണില്ല. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് ഓർത്തു വയ്ക്കാൻ സാധിക്കുകയാണെങ്കിലോ, നിങ്ങൾ നിലവിൽ അത്തരത്തിൽ പഠിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ നിലവിലെ പഠന രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്റ്റഡി മെത്തേഡുകളും മെമ്മറി ട്രിക്കുകളും ഒക്കെ ഒരു മെമ്മറി കോഴ്സായിട്ട് ഞാൻ റൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെന്തുകൊണ്ട് നേരിട്ട് യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തുകൂടാ? വെബ്സൈറ്റിൻ്റെയും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെയും ചിലവുകളൊന്നും നമുക്ക് വഹിക്കേണ്ടി വരത്തില്ലല്ലോ. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നത് ചിലപ്പോൾ 50,000-ഓ 60,000-ഓ അല്ലെങ്കിൽ ഒരു 1-2 വർഷങ്ങൾക്ക് ശേഷം 10 ലക്ഷം പേരോ ഒക്കെ ആയിരിക്കും കാണുന്നത്. അത്രയും ആളുകളുടെ സംശയങ്ങൾ സോൾവ് ചെയ്തു കൊടുക്കാനും അവർക്ക് പഠിക്കാനുള്ള അവരുടെ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാനും എനിക്ക് സാധിക്കുകയില്ല. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. പക്ഷേ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 20% ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ കോഴ്സിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുക. ഈ 6 പോയിന്റുകളിലെ ആദ്യത്തെ പോയിന്റ് വെസ്റ്റിജൽ ഓർഗൻസ് ആണ്. വെസ്റ്റിജൽ ഓർഗൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ തന്നെയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്ന ഓർഗൻസ് ആണ്. ആ ഓർഗൻസ് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു പ്രയോജനവും ഉണ്ടായിരിക്കുകയില്ല. ചിലപ്പോൾ ആ ഓർഗൻസ് മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന പ്രവൃത്തി ആയിരിക്കില്ല ചെയ്യുന്നത്, ഇപ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മറ്റ് പ്രവൃത്തികളായിരിക്കും ചെയ്യുന്നത്. ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്, ഏകകോശ ജീവിയിൽ നിന്നാണല്ലോ ഇപ്പോൾ കാണുന്ന വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് എവല്യൂഷൻ തിയറി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഏകകോശത്തിൽ നിന്നും പുതുതായിട്ട് അവയവങ്ങൾ ഉണ്ടായി വന്നാൽ മാത്രമല്ലേ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ. ഓൾറെഡി ഉള്ള അവയവങ്ങൾ ഉപയോഗശൂന്യമായി ഒരിക്കലും മാറാൻ പാടില്ല. പുതുതായിട്ടുള്ള അവയവങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കണം. മാത്രമല്ല ആ മാറ്റങ്ങൾ ഇപ്പോഴും നമ്മുടെ ശരീരങ്ങളിൽ പ്രകടമാകണം. ഉദാഹരണത്തിന് പറക്കാൻ ചിറകുകളില്ലാത്ത ഒരു ജീവി, ആ ജീവിക്ക് ഭാവിയിൽ പറക്കാൻ സാധിക്കണം. അപ്പോൾ അതിൻ്റെ ചിറക് ഇപ്പോൾ തന്നെ ചെറിയ രീതിയിൽ മുളച്ചിട്ടുണ്ടായിരിക്കണം. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും അത് ആ ചിറക് ഉപയോഗിച്ചിട്ട് പറക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ചിറകുകളുള്ള ഒരു ജീവിയെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ഇപ്പോഴുള്ള ഒപ്റ്റിക്കൽ നെർവിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള എബിലിറ്റീസ് ഉള്ള നെർവുകൾ ഉണ്ടായി വരണം. അത് കാരണം നമുക്ക് ഭാവിയിൽ വലിയ പ്രയോജനങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെയുള്ള പുതിയ മാറ്റങ്ങൾ നമ്മുടെ ഒപ്റ്റിക്കൽ നെർവിലൊന്നും വരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഉത്തരമൊന്ന് പരിശോധിക്കാം. എവല്യൂഷൻ തിയറി അനുസരിച്ച് ശരിക്കും ഒരു ലക്ഷ്യസ്ഥാനമില്ല. ഒരു ജീവി, ആ ജീവി ആദ്യം ഒരു ഏകകോശമായിരിക്കും. അത് 1,00,000 വർഷം കഴിയുമ്പോൾ ചിറകുള്ള ഒരു പക്ഷിയായി മാറുമെന്നുള്ള ഒരു ഗോൾ ആ ജീവിക്കില്ല. അങ്ങനെ ഒരു ഗോൾ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും എവല്യൂഷൻ തിയറി അല്ല, അത് ക്രിയേഷനാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമാണ്
നമ്മൾ നിശ്ചയിക്കുന്ന ഒരു കാലഘട്ടമാകുമ്പോൾ നിശ്ചയിക്കുന്ന സവിശേഷതകൾ ഒരു ജീവിയിൽ ഉണ്ടാകുന്നത്. എവല്യൂഷൻ തിയറി അനുസരിച്ച് അങ്ങനെയുള്ള ഒരു ലക്ഷ്യസ്ഥാനം ഒരു ജീവജാലങ്ങൾക്കുമില്ല. അവർക്ക് അവരുടെ എൻവയോൺമെൻറ്റ് കാരണം, അവരുടെ പരിതസ്ഥിതി കാരണം, അവരെ വേട്ടയാടുന്ന വേട്ടക്കാരൻ കാരണം പല മാറ്റങ്ങളും സംഭവിക്കാം. ചില മാറ്റങ്ങളൊക്കെ അവരെ പ്രതികൂലമായിട്ട് ബാധിച്ച് ആ ജീവി തന്നെ ഇല്ലാതെയായെന്ന് വരാം. ചില മാറ്റങ്ങൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും അതിന് പുതുതായിട്ടുള്ള ചില ഓർഗൻസ് ഉണ്ടായി വരികയും ചെയ്യുന്നതാണ്. പക്ഷേ ഒരു ഓർഗൻ ഉണ്ടായി വരിക എന്ന് പറയുമ്പോൾ അത് ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായി വരികയല്ല. ഓൾറെഡി ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓർഗൻ അഡാപ്റ്റ് ചെയ്ത് പുതിയൊരു ഓർഗനായിട്ട് മാറുകയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ചിറകുകളുള്ള പക്ഷികൾ, ആ പക്ഷികളുടെ ചിറകുകൾ അവരുടെ പൂർവികരുടെ കാലത്ത് വളരെയധികം പിന്നിലുള്ള കാലഘട്ടത്തിൽ അത് മുൻകാലുകളായിരിക്കും. ആ മുൻകാലുകളാണ് പിന്നീട് ക്രമേണ ചിറകുകളായിട്ട് മാറുന്നത്. ഒരു ഏകകോശ ജീവി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനെ പോലെയുള്ള ഒരു ജീവിയായി മാറുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെയാണ്. ആ പ്രൊസീജിയറിൻ്റെ ആദ്യഘട്ടത്തിൽ ആ ഒരു സെല്ലിൽ പുതുതായിട്ട് സെല്ലുകൾ ഉണ്ടായി വരികയല്ല. ആദ്യമുണ്ടായിരുന്ന ഒരു സെല്ല് മറ്റ് പല സിംഗിൾ സെൽഡ് ഓർഗൻസുമായി കൂടിച്ചേർന്ന് മൾട്ടി സെൽഡ് ഓർഗാനിസമായിട്ട് മാറുകയായിരുന്നു. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. എന്നാൽ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ചില ഗ്രാഫിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയുള്ള വളരെ പ്രയാസപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, പരിശോധിക്കുക. ഒരു ജീവിയിൽ പരിണാമം തുടർന്നു പോകുന്നതിൻ്റെതായിട്ടുള്ള തെളിവുകളില്ല എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ശരിക്കും അത്തരത്തിലുള്ള ഒരുപാട് തെളിവുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളായിട്ടുണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്. ഒരു ശാസ്ത്ര പഠനമനുസരിച്ച് ചില മനുഷ്യരിൽ ജന്മനാൽ തന്നെ സാധാരണഗതിയിൽ ഉണ്ടായിരിക്കേണ്ട ആർട്ടറിയേക്കാൾ കൂടുതൽ ആർട്ടറി ഉണ്ട്. ആർട്ടറി നമ്മുടെ ഹൃദയത്തിൽ നിന്നും ശുദ്ധ രക്തം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ എത്തിക്കുന്ന കുഴലുകളാണ്. അങ്ങനെ അധികമായിട്ട് ആർട്ടറി എല്ലാവരിലുമില്ല, ചില ആളുകളിൽ ഉണ്ടാകുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതെയായി മാറുന്നുണ്ട്. പക്ഷേ ചില ആളുകളിൽ, വളരെ ചുരുക്കം ചില ആളുകളിൽ അത് എന്നേക്കുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച്, തലമുറകൾ കഴിയുന്നതനുസരിച്ച് അത്തരത്തിൽ അഡീഷണലായിട്ട് ആർട്ടറി ഉള്ള ആളുകളിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. ആർട്ടറി അധികമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ മോട്ടോർ സ്കില്ലുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് കൂടുതൽ ശാരീരിക ബലം ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വേഗതയിൽ സൈക്കിൾ ചവിട്ടാനോ അല്ലെങ്കിൽ കൂടുതൽ ഭാരമുള്ള വസ്തുക്കൾ എടുക്കാനോ ഒക്കെ അവർക്ക് സാധ്യമായേക്കും. കഴിഞ്ഞ 20,000 വർഷമായി മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വലിപ്പം ക്രമേണ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ അളവിലുള്ള കുറവാണ് സംഭവിക്കുന്നത്. ഇതിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഫോസിലുകൾ, തലയോട്ടികൾ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനത്തിലൂടെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്. തലച്ചോറിൻ്റെ വലിപ്പം കുറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റലിജൻസ് കുറയുന്നു എന്നല്ല. ഇൻ്റലിജൻസ് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. തലച്ചോറിൻ്റെ വലിപ്പം കുറയുന്നതനുസരിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗമായിട്ടുള്ള ന്യൂറോൺസുകൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാക്കുന്നതാണ്. ന്യൂറോൺസിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ഷനുകളിലൂടെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർത്തു വയ്ക്കാനും ക്രിട്ടിക്കലി അത് അനലൈസ് ചെയ്യാനും പുതിയ കണ്ടെത്തലുകൾ രൂപീകരിക്കാനും സാധ്യമാകുന്നത്. ഭാവിയിൽ ഉണ്ടാകുന്ന മനുഷ്യർക്ക് ഇപ്പോഴുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ ഇൻ്റലിജൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമുക്ക് പറയാം. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന 2 മാറ്റങ്ങൾ മാത്രമല്ല, ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഇവിടെ പരാമർശിക്കുന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ മനുഷ്യനുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ്. വെസ്റ്റിജൽ ഓർഗൻസുമായി ബന്ധപ്പെട്ട് ആ വീഡിയോയിൽ അദ്ദേഹം വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 185 വെസ്റ്റിജൽ ഓർഗൻസിനെയാണ് കണ്ടെത്താൻ സാധിച്ചത്. എന്നാൽ പിന്നീട് ശാസ്ത്രം വളരുന്നതനുസരിച്ച് ഈ 185 എന്നുള്ള സംഖ്യ കുറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ കുറഞ്ഞ് ഭാവിയിൽ അത് 0 മാറുമെന്നും അദ്ദേഹം പറയുന്നു. അതായത് വെസ്റ്റിജൽ ഓർഗൻ എന്ന് നമ്മൾ പറയുന്ന ഓർഗൻസ് ശരിക്കും വെസ്റ്റിജൽ ഓർഗൻസ് ഒന്നുമല്ല. അതുകൊണ്ടൊക്കെ പ്രയോജനമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം തന്നെ ഞാൻ നടത്തി. ആദ്യമായിട്ട് വെസ്റ്റിജൽ ഓർഗൻസിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പബ്ലിക്കേഷൻ ഉണ്ടാകുന്നത് റോബർട്ട് വൈഡർഷീം എന്ന ഒരു ഗവേഷകൻ്റെ ഭാഗത്തു നിന്നാണ്.
എന്നാൽ അദ്ദേഹം 185 വെസ്റ്റിജിൽ ഓർഗൻസ് ഒന്നും ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ല. ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് 86 വെസ്റ്റിജിൽ ഓർഗൻസ് ഉണ്ടെന്നാണ്. അതിൻ്റെ ഒറിജിനൽ പ്രബന്ധം തന്നെയാണ് ഞാൻ ഇവിടെ റെഫറൻസിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. 1895 റോബർട്ട് വൈഡർഷീം വെസ്റ്റിജിൽ ഓർഗൻസ് കണ്ടെത്തുന്നത്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതും ആ കാലഘട്ടത്തിലായിരുന്നു. അത്രയും പഴക്കമുള്ള ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും പിന്നീടുള്ള ശാസ്ത്ര പഠനങ്ങളിലൂടെ പല മാറ്റങ്ങളും സംഭവിക്കുന്നതാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് കൂടുതൽ ശരിയിലേക്കുള്ള വഴിയാണ്. പഴയ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് തെറ്റായിട്ട് തന്നെ കണക്കാക്കും. പുതിയ കാര്യങ്ങൾ ശരിയാക്കി പബ്ലിഷ് ചെയ്യും. പക്ഷേ വൈഡർഷീം കണ്ടെത്തിയിരുന്ന വെസ്റ്റിജിൽ ഓർഗൻസ് തെറ്റാണെന്ന് ശാസ്ത്രം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അത് വെസ്റ്റിജിൽ ഓർഗൻസ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ട ചില വെസ്റ്റിജിൽ ഓർഗൻസ് അത് വെസ്റ്റിജിൽ ഓർഗൻസ് അല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം മാത്രമല്ല വെസ്റ്റിജിൽ ഓർഗൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ശേഷം വന്ന പല ഗവേഷകരും മറ്റ് പല അവയവങ്ങളും വെസ്റ്റിജിൽ ഓർഗൻസ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇപ്പോഴും വെസ്റ്റിജിൽ ഓർഗൻസ് ആയിട്ട് തുടരുകയാണ്. അതായത് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ആദ്യമുണ്ടായിരുന്ന ലിസ്റ്റിൽ നിന്നും പിന്നീട് അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയല്ല. ലിസ്റ്റിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ചിലതൊക്കെ ഒഴിവാക്കപ്പെടുന്നുണ്ട്, എന്നാൽ പുതുതായിട്ട് അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുമുണ്ട്. ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന വെസ്റ്റിജിൽ ഓർഗൻസിലെ 2 എണ്ണം ഞാൻ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഡാർവിൻസ് ട്യൂബർക്കിൾ അല്ലെങ്കിൽ ഓറിക്കുലാർ ട്യൂബർക്കിൾ. ഇന്ത്യക്കാരിൽ 40% ആളുകൾക്കും ചെവിയുടെ ബാഹ്യഭാഗത്തായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികർക്ക് ചെവി ചലിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴുള്ള പല ജീവികളിലും നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. നമ്മുടെ പൂർവികർക്കും അതുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബാക്കി പത്രം മാത്രമാണ് ഈ ഡാർവിൻസ് ട്യൂബർക്കിൾ. എല്ലാ ആളുകളിലും ഇതില്ല, കുറച്ച് ആളുകളിൽ മാത്രമേ ഇത് അവശേഷിക്കുന്നുള്ളൂ. രണ്ടാമത്തേത് കൊക്കോയിക്സ് അല്ലെങ്കിൽ ടെയിൽ ബോൺ ആണ്. നമ്മുടെ പൂർവികർക്ക് വാലുണ്ടായിരുന്നല്ലോ, ആ വാലിൻ്റെ അവശേഷിപ്പാണ് ഇപ്പോൾ ഏതാനും അസ്ഥികളായിട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിൽ ഈ കൊക്കോയിക്സിനുണ്ടായിരുന്ന ഉപയോഗം ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രകടമല്ല. പക്ഷേ കൊക്കോയിക്സ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മസിൽസിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നിയന്ത്രിക്കുന്നത് ഈ കൊക്കോയിക്സ് ആണ്. വെസ്റ്റിജിൽ ഓർഗൻ കൊണ്ട് അർത്ഥമാക്കുന്നത് പൂർണ്ണമായിട്ടും ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു ഓർഗൻ എന്നല്ല. മുൻകാലങ്ങളിൽ എന്തിനാണോ ഉപയോഗിച്ചിരുന്നത് ആ ഉപയോഗം നിലവിലില്ല. ഇപ്പോൾ കുറച്ചുകൂടെ അഡാപ്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഉപയോഗമായിരിക്കും ഈ കൊക്കോയിക്സ് കൊണ്ട് ഉള്ളത്. എന്നാൽ ഒരു ഉപയോഗവുമില്ലാത്ത വെസ്റ്റിജിൽ ഓർഗൻസുമുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് മുൻപ് ഞാൻ പറഞ്ഞ ഡാർവിൻസ് ട്യൂബർക്കിൾ. മനുഷ്യ ശരീരത്തിലുള്ള അപ്പൻഡിക്സ് എന്ന വെസ്റ്റിജിൽ ഓർഗൻ എവല്യൂഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും എതിർക്കുന്ന ആളുകളും ഒരുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. അപ്പൻഡിക്സ് മുൻകാലങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ പ്ലാന്റ്സ് പോലുള്ള, അതായത് വലിയ സസ്യങ്ങൾ പോലുള്ള ഭക്ഷണങ്ങളെ ദഹിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഭാഗമാണ്. നിലവിൽ നമ്മൾ അത്തരത്തിലുള്ള സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്നില്ല. അങ്ങനെ ഭക്ഷിച്ചാലും അത് ദഹിപ്പിക്കാനുള്ള ശേഷി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനില്ല. മുൻകാലങ്ങളിൽ അപ്പൻഡിക്സ് ചെയ്തിരുന്നത് അത്തരത്തിലുള്ള ഒരു ദൗത്യമാണ്. പക്ഷേ അപ്പൻഡിക്സ് കൊണ്ട് മനുഷ്യന് വലിയ രീതിയിലുള്ള പ്രയോജനമുണ്ടെന്നുള്ളത് വാസ്തവമാണ്. എവല്യൂഷൻ തിയറി തെറ്റാണെന്ന് പറയുന്ന ആളുകൾ ഉപയോഗിക്കുന്ന പോയിന്റ് ശാസ്ത്രത്തിൻ്റെ ഈ കണ്ടെത്തലാണ്. അത് ശരിയായ കാര്യമാണ്. അപ്പൻഡിക്സ് കൊണ്ട് നിലവിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ അപ്പൻഡിക്സിൻ്റെ യഥാർത്ഥ ജോലി അതായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അത് വെസ്റ്റിജിൽ ഓർഗനായിട്ട് എടുക്കുന്നത്. സസ്യങ്ങൾ മാത്രം ആഹാരമായിട്ട് ഭക്ഷിക്കുന്ന ചില ജീവജാലങ്ങളിൽ അപ്പൻഡിക്സിൻ്റെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഫോം നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് കുതിരകളിൽ നമുക്ക് സീക്കം എന്ന ഒരു അവയവം കാണാൻ സാധിക്കും. അത് അപ്പൻഡിക്സിന് സമാനമായിട്ടുള്ള ഒരു അവയവമാണ്. അപ്പൻഡിക്സ് തന്നെയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പൻഡിക്സ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണെങ്കിൽ സീക്കം അപ്പൻഡിക്സിൻ്റെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. അതുപയോഗിച്ചിട്ട് പ്ലാന്റ്സിനെയൊക്കെ ഈ കുതിരകൾ ദഹിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതേ സീക്കത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് മുയലുകളിലും അതുപോലെ ഗിനി പന്നികളിലും കാണാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് ഹോമോളജിയാണ്. എവല്യൂഷൻ തിയറിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഹോമോളജി. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭൂമിയിലുള്ള മിക്ക ജീവജാലങ്ങൾക്കും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധം അല്ലെങ്കിൽ സാമ്യമുണ്ട്. ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഹോമോളജി ഉണ്ടാവാനുള്ള കാരണം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരൊറ്റ വ്യക്തിയാണ്. ഒരൊറ്റ വ്യക്തി ആയതുകൊണ്ട് എല്ലാ ജീവികളിലും ഒരേ സാമ്യമുണ്ടെന്നാണ്. ആ ഒറ്റ വ്യക്തിയെ അവിടെ നിന്നും മാറ്റിയിട്ട് കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്ററിനെ നമ്മൾ ഈ ഒരു ചിത്രത്തിലേക്ക് കൊണ്ടുവന്നാൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ.
കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്റർ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന ഏകകോശ ജീവികളിൽ നിന്നാണ് പല പല ബ്രാഞ്ചുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് മാറിയത്. ഒരേ ബ്രാഞ്ചിൻ്റെ കീഴിലുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഏകദേശം ഒരേ രീതിയിലുള്ള സ്ട്രക്ചറുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഉദാഹരണത്തിന് വവ്വാലുകളെയും തിമിംഗലങ്ങളെയും മനുഷ്യരെയും നമുക്കെടുക്കാം. മനുഷ്യരുടെ കൈകളുടെ ബോണിൻ്റെ സ്ട്രക്ചറിന് സമാനമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് വവ്വാലുകളുടെ ചിറകുകൾക്കുള്ളത്. ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു സ്ട്രക്ചർ തിമിംഗലങ്ങളുടെ ഫ്ലിപ്പേഴ്സിനുമുണ്ട്. ഫ്ലിപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ചിറകുകൾക്ക് സമാനമായിട്ടുള്ള രീതിയിലുള്ള തിമിംഗലങ്ങളുടെ ഒരു സ്ട്രക്ചറാണ്. ഹോമോളജി DNA-യിലും ബാധകമാണ്. നമുക്കറിയാം, നമ്മുടെ അടുത്ത ബന്ധുവാണ് ചിമ്പാൻസികൾ. ചിമ്പാൻസിയുടെയും മനുഷ്യരുടെയും DNA-യുടെ സാമ്യം 97%. എന്തിന്, ഒരു വാഴപ്പഴം എടുത്താൽ പോലും അവിടെ വലിയ സാമ്യമുണ്ട്. മനുഷ്യൻ്റെ DNA-യും വാഴപ്പഴത്തിൻ്റെ DNA-യും തമ്മിലുള്ള സാമ്യം 60%. ഈ വീഡിയോയിലെ മൂന്നാമത്തെ പോയിന്റ് ഫോസിൽസ് ആണ്, അല്ലെങ്കിൽ അസ്ഥിപഞ്ജരങ്ങൾ. ആ പോയിന്റിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എവല്യൂഷനിസ്റ്റായ മാർക്ക് റിഡ്ലിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അദ്ദേഹം ആ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന പോയിന്റിൻ്റെ സമ്മറി ഇപ്രകാരമാണ്: ഒരു എവല്യൂഷനിസ്റ്റ്, യഥാർത്ഥ എവല്യൂഷനിസ്റ്റ് ഒരിക്കലും പറയില്ല പരിണാമത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് ഫോസിൽസ് ആണെന്ന്. മാർക്ക് റിഡ്ലി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ വളരെ വിശദമായി തന്നെ പരിശോധിച്ചു. അതേ വാചകം അതേ രീതിയിൽ തന്നെ മാർക്ക് റിഡ്ലി പറഞ്ഞിട്ടുണ്ട്. 1981 ന്യൂ സയൻറ്റിസ്റ്റിലാണ് ഇത് പബ്ലിഷ് ചെയ്തു വന്നത്. വോള്യൂം 90, പേജ് നമ്പർ 832. പക്ഷേ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ടത് ആരാണ് ഈ മാർക്ക് റിഡ്ലി എന്നാണ്. മാർക്ക് റിഡ്ലി പ്രശസ്തനായിട്ടുള്ള ഒരു എവല്യൂഷനിസ്റ്റാണ്. അതായത് എവല്യൂഷൻ തിയറി ശരിയാണെന്ന് പറയുന്ന, എവല്യൂഷൻ തിയറിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവേഷകനാണ്. അദ്ദേഹം അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം എന്താണ്? എവല്യൂഷൻ തിയറിയിൽ ഗവേഷണം ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും പറയില്ല എവല്യൂഷൻ തിയറിയുടെ ഏറ്റവും വലിയ തെളിവ് ഫോസിൽസ് ആണെന്ന്. കാരണം ഫോസിൽസ് അല്ല യഥാർത്ഥത്തിലുള്ള തെളിവ്. ഫോസിൽസിനേക്കാൾ വലിയ തെളിവുകൾ ധാരാളമായിട്ട് ഉണ്ടെന്നാണ് മാർക്ക് റിഡ്ലി പറയുന്നത്. എവല്യൂഷൻ്റെ പ്രധാന തെളിവുകൾ ജെനറ്റിക്സും മോളിക്കുലാർ ബയോളജിയും ഡെവലപ്മെൻ്റൽ ബയോളജിയുമാണെന്ന് വ്യക്തമായിട്ട് വിശദീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഫോസിലുകൾ തെളിവുകൾ തന്നെയാണ്, പക്ഷേ അത് മൈനറായിട്ടുള്ള എവിഡൻസ് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ കാരണം മിസ്സിംഗ് ഗ്യാപ്പുകളാണ്. ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ജീവജാലത്തിൻ്റെ ഫോസിൽ നമുക്ക് ലഭ്യമായി. പിന്നീട് നമുക്ക് ലഭ്യമാകുന്നത് കുറേയധികം വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഫോസിൽ മാത്രമായിരിക്കും. അതിനിടയിലുള്ള ഒരുപാട് ജീവജാലങ്ങൾ മിസ്സിംഗ് ആണ്. അവരുടെ ഒന്നും ഫോസിൽസ് നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തെ എതിർക്കുന്ന, ഫോസിൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം എവല്യൂഷനിസ്റ്റുകളുമുണ്ട്. അവർ പറയുന്നത് അങ്ങനെ മിസ്സിംഗ് ആണെങ്കിൽ പോലും ഫോസിൽ വലിയ തെളിവായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുമെന്നാണ്. എവല്യൂഷനിസ്റ്റുകളും അല്ലെങ്കിൽ എവല്യൂഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകളുമൊക്കെ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഇവിടെയും ഞാൻ ആ ഉദാഹരണം തന്നെ എടുക്കാം. നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് യാത്ര പുറപ്പെടുകയാണെന്ന് കരുതുക. ഇന്ന് രാത്രി ഒരു 8 മണിയാകുമ്പോഴാണ് ഞാൻ യാത്ര പുറപ്പെടുന്നത്. 1 മണിക്കൂറിന് ശേഷം ഞാൻ വർക്കലയിൽ നിന്ന് ഒരു ചിത്രം എടുത്ത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു. പിന്നീട് ഒരു 1/4 മണിക്കൂറുടെ കഴിഞ്ഞിട്ട് കൊല്ലത്ത് നിന്നും ഞാൻ ഒരു വീഡിയോ ദൃശ്യം അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു. അതിനുശേഷം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ കായംകുളത്തു നിന്നും ഒരു ദൃശ്യം എടുത്തിടുന്നു, ആലപ്പുഴയിൽ നിന്നും ഒരു ദൃശ്യം എടുത്തിടുന്നു, ചേർത്തലയിൽ നിന്നും പിന്നീട് എറണാകുളത്തു നിന്നും ഒരു ദൃശ്യം എടുത്തിടുന്നു. ഈ ദൃശ്യങ്ങൾ മാത്രം മതി ഞാൻ തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് യാത്ര ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവ്. പക്ഷേ ഇതിനിടയിൽ ഞാൻ സെൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ഒരു ചിത്രം എടുത്തിട്ടാലോ, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നും ഒരു ചിത്രം എടുത്തിട്ടാലോ, ഒരിക്കലും തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യം തെറ്റാണ്. തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സെൻ ഫ്രാൻസിസ്കോയിലും അതുപോലെ ഡൽഹിയിലും ഒക്കെ യാത്ര ചെയ്യണം. ഒരു ലിങ്കിൽ നിന്നും കുറേ കാര്യങ്ങൾ മിസ്സായതിനു ശേഷം മറ്റൊരു ലിങ്കിൽ എത്തിച്ചേർന്നാൽ പോലും ആ പാത്ത് കൃത്യമാണ്. ഇടയ്ക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടില്ല. അവിടെയുള്ള ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമായെന്ന് കരുതുക, ആ ഫോസിൽസും ലഭ്യമായി, അപ്പോഴും മിസ്സിംഗ് ആയിരിക്കുമല്ലോ. എല്ലാ ജനറേഷനിലുമുള്ള ഫോസിൽസ് നമുക്ക് കിട്ടില്ല. ഫോസിൽസ് കിട്ടുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. വളരെ റെയറായിട്ട് മാത്രമാണ് ഒരു അസ്ഥി അത് ഫോസിലായിട്ട് അല്ലെങ്കിൽ ഫോസിലൈസേഷനിലൂടെ കടന്നു പോകുന്നത്.
അങ്ങനെ കടന്നുപോയ ഫോസിലിനെ പോലും നമുക്ക് മൈൻ ചെയ്ത് എടുക്കണം. അതൊക്കെ എവിടെയാണെന്നുള്ളത് പോലും നമുക്കറിയില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയൊക്കെ ഒരു ഭാഗത്ത് വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കുമ്പോഴായിരിക്കും പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള ഫോസിൽസ് നമുക്ക് ലഭ്യമാകുന്നത്. നാലാമത്തെ പോയിന്റ് മ്യൂട്ടേഷനാണ്. അദ്ദേഹം പറയുന്നത് മ്യൂട്ടേഷനിലൂടെ ഇൻഫർമേഷൻ നഷ്ടമാവുക മാത്രമാണ് ചെയ്യുന്നത്. പുതിയതായിട്ടുള്ള ഇൻഫർമേഷനുകൾ ആഡ് ചെയ്യുന്നില്ല. പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻ ആഡ് ചെയ്താൽ മാത്രമാണല്ലോ ഒരു ജീവജാലം മറ്റൊരു ജീവജാലമായിട്ട് പരിണമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഭാഗികമായിട്ട് ശരിയാണ്. ഇൻഫർമേഷൻ ലോസ് ആകുന്നുണ്ട്. മിക്ക സമയങ്ങളിലും ഇൻഫർമേഷൻ ലോസ് ആവുകയായിരിക്കും ചെയ്യുക. പക്ഷേ വളരെ റെയറായിട്ട് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യപ്പെടുന്നുമുണ്ട്. പക്ഷേ അത് ഡയറക്റ്റ്ലി നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയില്ല. കാരണം എവല്യൂഷൻ തിയറിക്ക് ഒരുപാട് വർഷങ്ങൾ വേണം. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ പോലും സംഭവിക്കുന്നത്. ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഫ്രൂട്ട് ഫ്ലൈകളിൽ നടത്തിയിട്ടുള്ള പരീക്ഷണം 100 വർഷ കാലയളവിൽ നടത്തിയ പരീക്ഷണമാണ്. ഫ്രൂട്ട് ഫ്ലൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആയുസ് വളരെയധികം കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 100 വർഷങ്ങൾ കൊണ്ട് അതിന് ഒരുപാട് തലമുറകളെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഈ ഫ്രൂട്ട് ഫ്ലൈകളെ വളരെയധികം മോശമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ പാർപ്പിച്ചു. അതായത് ധാരാളമായി റേഡിയേഷൻ ഉണ്ടാകുന്ന ഒരു പ്രദേശത്താണ് അതിനെ പാർപ്പിച്ചിരിക്കുന്നത്. ആ റേഡിയേഷനിൽ അവയ്ക്ക് നിലനിൽക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കഴിയുമ്പോൾ ഒരുപാട് വർഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തലമുറകൾ കഴിയുമ്പോൾ ആ മോശമായിട്ടുള്ള സാഹചര്യത്തെ അതിജീവിക്കുന്ന ട്രൈറ്റുകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷനുകൾ അതിൻ്റെ ജനിതകത്തിൽ ഉണ്ടാകേണ്ടതാണെന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ പരീക്ഷണത്തിലൂടെ ഒരു രീതിയിലുള്ള പോസിറ്റീവ് ട്രൈറ്റ്സും ഉണ്ടായിട്ടില്ലെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത് 100% ശരിയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാകുന്നത് വളരെ വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മോശമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ ഒരുപാട് തലമുറകൾ കടന്നു പോയാൽ പോലും മ്യൂട്ടേഷൻ സംഭവിക്കും. പക്ഷേ അത് പോസിറ്റീവായിട്ടുള്ളൊരു മ്യൂട്ടേഷൻ ആകണമെന്നില്ല. ആ ജീവജാലം തന്നെ ഇല്ലാതെയായെന്ന് വരാം. എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ വംശനാശം സംഭവിച്ചു എന്ന് വരാം. ഭൂമിയിലെ ജീവജാലങ്ങളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ജീവജാലങ്ങളെക്കാൾ കൂടുതൽ ജീവജാലങ്ങൾക്ക് വംശനാശം സംഭവിച്ചിട്ടുണ്ട്. അതായത് അവയ്ക്കൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അതിനെയൊന്നും അതിജീവിക്കാൻ അവയ്ക്ക് സാധ്യമായില്ല. അതിജീവിച്ചത് വളരെ കുറച്ച് ജീവജാലങ്ങൾ മാത്രമാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പോലും നമ്മുടെ മുൻപിൽ വെച്ച് പോലും പല ജീവജാലങ്ങൾക്കും വംശനാശം സംഭവിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക, അത്തരത്തിലുള്ള നിരവധി ജീവജാലങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ആ ലിസ്റ്റ് മുഴുവനും ഞാനിവിടെ പറയുന്നില്ല. ഒരു എക്സാമ്പിൾ ഞാൻ കൂട്ടിച്ചേർക്കാം. ഐവറി ബിൽഡ് വുഡ്പെക്കർ 1987 നമ്മൾ അവസാനമായിട്ട് ഇവയെ കാണുന്നത്. 2021 ഇത് വംശനാശം സംഭവിച്ചതായിട്ട് നമ്മൾ സയന്റിഫിക്കലി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മ്യൂട്ടേഷനിൽ ഉണ്ടായിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുടെ തെളിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഉദാഹരണം ബാക്ടീരിയകളാണ്. നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുത്ത് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ശ്രമിക്കുമല്ലോ. പക്ഷേ ഈ ആൻറ്റിബയോട്ടിക്സിനെ അതിജീവിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയകൾ ഉണ്ടാകുന്നുണ്ട്. ആ ബാക്ടീരിയകൾക്ക് സംഭവിക്കുന്നത് മ്യൂട്ടേഷനാണ്. മ്യൂട്ടേഷനിലൂടെ അവയ്ക്ക് ആൻറ്റിബയോട്ടിക്സിനെ അതിജീവിക്കാനുള്ള ഒരു ട്രയറ്റ് ലഭ്യമായിട്ടുണ്ട്. ജാപ്പനീസ് ഗവേഷകർ റൂജു എന്ന് പറയുന്ന ഒരു ചിഹ്നഗ്രഹത്തിൽ നിന്നും സാമ്പിൾ കളക്ട് ചെയ്ത് നമ്മുടെ ഭൂമിയിൽ കൊണ്ടുവന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശാസ്ത്ര പഠനങ്ങൾ അവർ നടത്തിയിരുന്നു. ആ പഠനങ്ങൾ നടത്തിയപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം അവർക്ക് റിജുവിൽ കാണാൻ സാധിച്ചു. ആ ചിഹ്നഗ്രഹത്തിൻ്റെ സാമ്പിളിൽ ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന അനേകം ബാക്ടീരിയകളുടെ സാന്നിധ്യം അവർ കണ്ടെത്തി. ആ സാമ്പിളുകളൊക്കെ സൂക്ഷിച്ചത് ബാക്ടീരിയകൾ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്ത ലബോറട്ടറി അന്തരീക്ഷത്തിലാണ്. ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന പല കെമിക്കൽസും അവിടെ ഉപയോഗിച്ചിരുന്നു. എന്നിട്ടും ആ ബാക്ടീരിയകളെ നമുക്ക് കണ്ടെടുക്കാൻ സാധ്യമായി. അതിൻ്റെ അർത്ഥം ആ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ കാണുന്നത് പോലുള്ള ബാക്ടീരിയകൾ ഉണ്ടായിരുന്നു എന്നല്ല. ഈ ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലിൽ പോലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ബാക്ടീരിയകളുണ്ട്. അല്ലെങ്കിൽ അവിടെ മ്യൂട്ടേഷൻ സംഭവിച്ചു. ആ മ്യൂട്ടേഷനിലൂടെ ഈ ബാക്ടീരിയ നശിപ്പിക്കുന്ന കെമിക്കലിനെ അതിജീവിക്കാൻ ഈ ബാക്ടീരിയകൾക്ക് സാധ്യമായി. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ
ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള മറ്റ് ശാസ്ത്ര പഠനങ്ങളും ഞാൻ റെഫറൻസ് ആയിട്ട് കൊടുത്തിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അഞ്ചാമത്തെ പോയിന്റ് ഇംഗ്ലീഷ് പെപ്പേർഡ് മോത്താണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുൻപ് ഇവിടെ 2 തരത്തിലുള്ള മോത്തുകൾ ഉണ്ടായിരുന്നു. വെള്ള നിറത്തിലുള്ള മോത്തുകളും ചാര നിറത്തിലുള്ള മോത്തുകളും. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് വെള്ള നിറത്തിലുള്ള മോത്തുകളെയാണ്. അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഈ മോത്തുകൾ കൂടുതൽ സമയവും പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഏതെങ്കിലും മരത്തിൻ്റെ തടിയിലായിരിക്കും. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുൻപ് ഇവിടെയുള്ള മരങ്ങളുടെ ത്വക്കിന് അല്ലെങ്കിൽ അതിൻ്റെ തടിക്ക് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള കളറായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പക്ഷികൾക്കൊക്കെ ഈ വെള്ള നിറത്തിലുള്ള മോത്തുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ കറുത്ത നിറത്തിലുള്ള മോത്തുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പക്ഷികൾക്ക് അതിനെ ഭക്ഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് വെള്ള നിറത്തിലുള്ള മോത്തുകൾ ആ ഘട്ടത്തിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ കടന്നുവരവോടുകൂടി മരങ്ങളിൽ മാറ്റമുണ്ടായി. അതിൻ്റെ കാരണം ശക്തമായിട്ടുള്ള പുകയുടെ സാന്നിധ്യമാണ്. അതിനെ തുടർന്ന് ഇവയുടെ ത്വക്ക് കൂടുതൽ കറുത്ത നിറത്തിലുള്ള ത്വക്കുകളായിട്ട് മാറി. അങ്ങനെ കറുത്ത നിറത്തിലുള്ള ത്വക്കുകൾ ഉണ്ടായപ്പോൾ അവിടെ വന്നിരിക്കുന്ന കറുത്ത മോത്തുകളെ പക്ഷികൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കാതെയായി. വെള്ള മോത്തുകളെ പെട്ടെന്ന് കാണാൻ സാധിക്കും. അവയെ കൂടുതലായിട്ട് ഭക്ഷിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നിലവിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കറുത്ത നിറത്തിലുള്ള മോത്തുകളെയാണ്. ഒരു കാരണവുമില്ലാതെ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് തെറ്റാണെന്നാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയുന്നില്ല. അവർ പറയുന്നത് ഈ മോത്തുകൾ മരങ്ങളിലൊന്നും വന്നിരിക്കാറില്ല, അത്തരത്തിൽ എടുത്തിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഫേക്ക് ആയിട്ടുള്ള ചിത്രങ്ങളാണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഫേക്ക് ആണെന്നാണ്. അതായത് നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ ഫേക്ക് ആണെന്ന് ഒരു റീസണും ഇല്ലാതെ തന്നെ അദ്ദേഹം പരാമർശിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും അതേപടി തന്നെ അച്ചടിക്കുന്നത്? ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് വിശ്വാസികളാണ്. ആ വിശ്വാസികൾക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇത് സിലബസിൽ നിന്ന് എടുത്തു മാറ്റുകയല്ലേ വേണ്ടത്. എടുത്തു മാറ്റാൻ കഴിയില്ല. കാരണം ഇത് വ്യക്തമായിട്ടുള്ള തെളിവുകളുള്ള ശാസ്ത്ര പഠനത്തിൻ്റെ ഫലമാണ്. അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷന് മുൻപ് നടത്തിയിട്ടുള്ളതും അതിനുശേഷം നടത്തിയിട്ടുള്ളതുമായിട്ടുള്ള ചില പഠനങ്ങൾ. ആ പഠനം അനുസരിച്ച് വെള്ള നിറത്തിലുള്ള മോത്തുകളുടെ DNA-യിൽ അതുപോലെ കറുത്ത നിറത്തിലുള്ള മോത്തുകളുടെ DNA-യിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പരാമർശിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. മോത്തുകളിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ. കറുത്ത മോത്തുകളെ പക്ഷികൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവയെ അധികം ഭക്ഷിക്കാനും സാധിക്കുന്നില്ല. അത് കാരണം ഈ കറുത്ത മോത്തുകളുടെയും വെള്ള മോത്തുകളുടെയും DNA-യിൽ മാറ്റം വരേണ്ട ആവശ്യമില്ലല്ലോ. വെള്ള മോത്തുകളുടെ എണ്ണം കുറയുന്നു. എണ്ണം കുറയുന്നത് കാരണം അവയ്ക്ക് കൂടുതലായിട്ട് പ്രത്യുൽപാദനം നടത്താൻ സാധിക്കുന്നില്ല. കറുത്ത മോത്തുകളെ പിടിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അവയ്ക്ക് കൂടുതൽ പ്രത്യുൽപാദനം നടത്താനും കൂടുതൽ കാലം ജീവിക്കാനും സാധ്യമാകുന്നു. അവയുടെ DNA-യിൽ ഒരു മാറ്റവും വരേണ്ട ആവശ്യമില്ല. കാരണം കറുത്ത മോത്തുകളുടെ പിൻഗാമികളെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവരുടെ DNA-യും അവരുടെ മുൻഗാമികളായിട്ടുള്ള കറുത്ത മോത്തുകളുടെ DNA-യും ഒരുപോലെ തന്നെയാണ് ഉള്ളത്. ആറാമത്തെ പോയിന്റ് കുതിരകളുടെ എവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരു പ്രശസ്ത എവല്യൂഷനിസ്റ്റ് ആയിട്ടുള്ള കുതിരകളുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഗവേഷകൻ്റെ കോട്ടാണ് ഇത്തവണ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈറാക്കോത്തേറിയം ഒറ്റയടിക്ക് നേരെ ഇക്വസ് ആയിട്ട് മാറുകയായിരുന്നില്ല. അത്തരത്തിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തെറ്റാണെന്നാണ്. അതായത് നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തെറ്റാണെന്ന് എവല്യൂഷനിസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ വിശദമായി പരിശോധിച്ചു. അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹൈറാക്കോത്തേറിയം ഒരിക്കലും ഇക്വസ് ആയിട്ട് നേരിട്ട് ട്രാൻസ്ഫോം ചെയ്യില്ല. ടെക്സ്റ്റ് ബുക്കുകളിൽ അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തെറ്റ് തന്നെയാണ്. ഈ ഹൈറാക്കോത്തേറിയം എന്ന് പറയുന്നത് കുതിരകളുടെ ഒരു മുൻഗാമിയാണ്. ഇക്വസ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന മോഡേൺ കുതിരകളാണ്. അദ്ദേഹം പറഞ്ഞത് ഹൈറാക്കോത്തേറിയം നേരിട്ടല്ല ഇക്വസ് ആയിട്ട് മാറിയത്. അതിനിടയിൽ ഒരുപാട് സ്റ്റേജുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. ആ ജീവജാലങ്ങളുടെ ഒരു ലിങ്ക് ശാസ്ത്രീയമായിട്ട് കണ്ടെത്തി അത് പബ്ലിഷ് ചെയ്ത വ്യക്തിയാണ് ഈ എവല്യൂഷനിസ്റ്റ്. പക്ഷേ പാഠപുസ്തകങ്ങളിൽ പബ്ലിഷ് ചെയ്തത് ഹൈറാക്കോത്തേറിയം നേരിട്ട് ഇക്വസ് ആയിട്ട് പരിണമിച്ചു എന്നാണ്. അത് തെറ്റാണെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഹൈറാക്കോത്തേറിയം ഒരു നായയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ജീവിയായിരുന്നു. ഏകദേശം 5.5 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അത് ജീവിച്ചിരുന്നത്. പല സ്റ്റേജുകളിലൂടെയാണ് അത് പിന്നീട് ഇക്വസ് അല്ലെങ്കിൽ മോഡേൺ ഹോഴ്സ് ആയിട്ട് മാറിയത്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന എവല്യൂഷനിസ്റ്റ് മരണമടഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പാണ്, 1984. അദ്ദേഹം ഈ കോട്ട് പബ്ലിഷ് ചെയ്തത് അതിനും വർഷങ്ങൾക്ക് മുമ്പ് 1953.
1950-കൾക്ക് മുൻപ് അല്ലെങ്കിൽ ഏകദേശം ആ കാലഘട്ടങ്ങളിൽ പബ്ലിഷ് ചെയ്ത ടെക്സ്റ്റ് ബുക്കുകളെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചിരുന്നത്. അല്ലാതെ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകളെക്കുറിച്ചല്ല. 53 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയോ വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കുകളിൽ എല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നല്ല, അതിൽ പിശകുകൾ സംഭവിക്കാറുണ്ട്. അത് സത്യമാണ്. അതിൻ്റെ പേരിൽ ശാസ്ത്രം തെറ്റാണെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. ആ പിശകുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുകയാണ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള പ്രക്രിയ ഓരോ സർക്കാരുകളും ഓരോ രാജ്യത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൂടിയാണ്. പല ആളുകളും ഈ ഒരു കാലഘട്ടത്തിൽ പോലും വിശ്വസിക്കുന്നത് എവല്യൂഷൻ തിയറി ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ള ഒരു തിയറി അല്ല, അതിന് ഒരു ശാസ്ത്രത്തിൻ്റെ പിൻബലവുമില്ല, ഒരു രീതിയിലുള്ള തെളിവുകളുമില്ല, ഗവേഷകർ തന്നെ ശാസ്ത്രം തന്നെ ആ തിയറി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ്. എന്നാൽ അത് തെറ്റാണ്. അത് തെറ്റാണെന്ന് നമുക്ക് തെളിയിക്കാൻ ഏറ്റവും എളുപ്പം 2022 സ്വാൻഡേ പേബോയ്ക്ക് ലഭ്യമായ നൊബേൽ പുരസ്കാരമാണ്. എവല്യൂഷൻ തിയറിയുടെ തെളിവുകൾക്കാണ് അദ്ദേഹത്തിന് മെഡിസിനിൽ നൊബേൽ പുരസ്കാരം ലഭ്യമായത്. സ്വാൻഡേ പേബോയുടെ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യൻ പരിണാമത്തിലൂടെ തന്നെയാണ് ഇന്ന് കാണുന്ന മനുഷ്യനായിട്ട് മാറിയെന്നതെന്നാണ്. മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന ഡെനിസോവൻ മനുഷ്യന്മാരും അതുപോലെ നിയാൻഡർത്തൽ മനുഷ്യന്മാരും നമ്മൾ സാപ്പിയൻസും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന് അദ്ദേഹം ശാസ്ത്രീയമായിട്ട് തെളിയിച്ചു. മുൻപ് ഒരിക്കൽ ഒരാൾ എനിക്ക് ഒരു കമൻറ്റിൽ റിപ്ലൈ ആയിട്ട് അയച്ചത്, സ്വാൻഡേ പേബോയ്ക്ക് ലഭ്യമായത് മെഡിസിനിലുള്ള നൊബേൽ പുരസ്കാരമാണ്, എവല്യൂഷൻ തിയറിയിലോ അല്ലെങ്കിൽ ബയോളജിയിലോ നൊബേൽ പ്രൈസ് കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് അംഗീകരിക്കാമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ എവല്യൂഷൻ തിയറിക്ക് അല്ലെങ്കിൽ ബയോളജിക്ക് എന്ന് പറഞ്ഞൊരു നൊബേൽ പുരസ്കാരമില്ല. എവല്യൂഷൻ തിയറി, ബയോളജി മേഖലകളിലൊക്കെ നൊബേൽ പ്രൈസ് കൊടുക്കുന്നത് മെഡിസിൻ്റെ പേരിലാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് കമൻറ്റ് ബോക്സ് ഉള്ളത്. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റ് തന്നെ ആവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഡിബേറ്റ് ചെയ്യേണ്ടത് മനുഷ്യരാശിയുടെ തന്നെ ഒരു ആവശ്യമാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പരാമർശിച്ചിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുക.